CBSE 12ാം ക്ലാസ് പരീക്ഷയുടെ ഉത്തരപേപ്പർ മാറിയതായി വീണ്ടും പരാതി ഉയരുന്നു. CBSE നൽകിയ പകർപ്പിൽ തന്റെ കൈയക്ഷരമില്ല എന്ന പരാതിയുമായി ഡൽഹി സ്വദേശി മോക്ഷ് യാദവ് ഇപ്പോൾ രംഗത്തെത്തി. രജിസ്റ്റർ നമ്പറിലെ ആദ്യ പേജ് മാത്രമാണ് തന്റേതെന്നും മറ്റു പേജുകളിൽ തന്റെ കൈയക്ഷരമില്ല എന്നും വിദ്യാർത്ഥി പറയുകയാണ്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. ബൽറാം, ഇത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത കാര്യമാണ്. മോക്ഷിന് വളരെ കുറച്ച് മാർക്ക് മാത്രമാണ് ലഭിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ പരാതി എവിടെയെങ്കിലും മോക്ഷ് നൽകിയിട്ടുണ്ടോ? അതോടൊപ്പം തന്നെ എന്താണ് ഇതിൽ CBSEയുടെ ഉത്തരം? പ്രവിത, ഉന്മേഷ്, വ്യാപക പരാതികളാണ് CBSE 12ാം ക്ലാസ് പരീക്ഷാ ഫലം പുറത്തു വന്നതിന് പിന്നാലെ ഉയരുന്നത്. ഡൽഹി സ്വദേശിയായ വേദാന്ത് എന്ന വിദ്യാർത്ഥി കഴിഞ്ഞ ദിവസങ്ങളിൽ സമാനമായ ഒരു പരാതി തന്റെ ഉത്തരപേപ്പറിന്റെ പകർപ്പ് ലഭിച്ചപ്പോൾ അത് മാറിപ്പോയിരുന്നു, മറ്റേതോ വിദ്യാർത്ഥിയുടെ കൈയക്ഷരമാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് സമൂഹ മാധ്യമത്തിൽ രംഗത്തെത്തുകയും അതിന് കഴിഞ്ഞ ദിവസം CBSE അത് തെറ്റുപറ്റിയതായി സമ്മതിക്കുകയും ഒടുവിൽ യഥാർത്ഥ ഉത്തരപേപ്പർ അയച്ചു നൽകുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഡൽഹി സ്വദേശിയായ മറ്റൊരു CBSE 12ാം ക്ലാസ് വിദ്യാർത്ഥി മോക്ഷ് യാദവും സമാനമായ പ്രശ്നം താനും നേരിടുന്നുണ്ട് എന്നും ഇംഗ്ലീഷ് കോർ പേപ്പറിൽ താൻ നല്ല മാർക്ക് പ്രതീക്ഷിച്ചിരുന്നു, എന്നാൽ 80-ൽ 33 മാർക്ക് മാത്രമാണ് ലഭിച്ചത്. തുടർന്നാണ് ഈ ഉത്തരപേപ്പറിന്റെ പകർപ്പെടുത്തത്. അപ്പോൾ രജിസ്റ്റർ നമ്പർ എഴുതിയ ആദ്യ പേപ്പർ മാത്രം തന്റെ ലഭിക്കുകയും മറ്റ് കൈയക്ഷരം മുഴുവനായി മറ്റേതോ വിദ്യാർത്ഥിയുടേതാണ് എന്നുമാണ് ഈ വിദ്യാർത്ഥി അവകാശപ്പെടുന്നത്. താൻ നീലമഷി കൊണ്ടായിരുന്നു പരീക്ഷ എഴുതിയത്, എന്നാൽ തനിക്ക് ലഭിച്ച ഉത്തരപേപ്പറിൽ കറുത്ത മഷി കൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. കൂടാതെ അത് തന്റെ കൈയക്ഷരവും ശൈലിയും ഘടനയുമല്ല എന്നും ഈ വിദ്യാർത്ഥി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിൽ CBSEക്ക് ഇമെയിലായി തന്നെ പരാതി അറിയിച്ച ശേഷവും യാതൊരു പ്രതികരണവും ഇതുവരെയും ലഭിച്ചിട്ടില്ല, ഒരു ദിവസം പിന്നിടുമ്പോഴും എന്നുമാണ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച ഈ ഉത്തരക്കടലാസിന്റെ പകർപ്പ് സഹിതമുള്ള പരാതിയിൽ ഈ മോക്ഷ് യാദവ് ആരോപിക്കുന്നത്. എന്തായാലും സമാന ആരോപണങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നും CBSE വിദ്യാർത്ഥികൾ ഉയർത്തുന്നുണ്ട്. ഈ പകർപ്പ് ലഭിക്കാത്ത പ്രശ്നം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നേരിട്ടിരുന്നു വിദ്യാർത്ഥികൾ. വ്യാപകമായി തന്നെ അതിനുള്ള അപേക്ഷ സമർപ്പിക്കാനും തടസ്സങ്ങൾ നേരിട്ടിരുന്നു. എന്നാൽ പകർപ്പ് ലഭിച്ച പലർക്കും തങ്ങളുടെ പകർപ്പല്ല അത് ലഭിച്ചിരിക്കുന്നത്, അത് യഥാർത്ഥമായി തങ്ങൾ എഴുതിയ ഉത്തരപേപ്പറിന് പകരം മറ്റേതോ വിദ്യാർത്ഥിയുടെ ഉത്തരപേപ്പറിനാണ് മാർക്ക് നൽകി തങ്ങളുടേത് എന്ന പേരിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് പരാതി. അതിൽ കൃത്യമായ വിവരങ്ങളും ഈ ഉത്തരപേപ്പറിന്റെ പകർപ്പുമായി സമൂഹ മാധ്യമത്തിൽ രംഗത്തെത്തിയിരിക്കുകയാണ് മോക്ഷ് യാദവ്. CBSEയിൽ നിന്നും ഈ വിഷയത്തിൽ ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, ബൽറാം സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്തുടനീളം പരാതി പ്രളയമാണ് CBSEക്കെതിരെ. CBSEയുടെ ഈ നടപടി ഒരിക്കലും അംഗീകരിക്കാനാകാത്തതാണ്. പ്രത്യേകിച്ച് കുട്ടികൾ ഇത്രയും കഷ്ടപ്പെട്ട് എഴുതിയ പരീക്ഷ, അതിൽ ഉത്തരക്കടലാസുകൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന അവസ്ഥ. ഇപ്പോൾ ആ മോക്ഷ് യാദവ് പറയുന്നത് പോലെ തന്റെ കൈയക്ഷരമല്ല ഇതെന്ന് ആ കുട്ടി തിരിച്ചറിയുകയാണ്. സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇനിയും വിദ്യാർത്ഥികൾക്ക് പരാതി ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.